കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ വൻ സുരക്ഷാ പരിശോധന തുടരുന്നു. ഇതിനോടകം തന്നെ 1000-ലധികം നിയമലംഘകരാണ് ഇവിടെ പിടിയിലായത്. ജലീബ് അൽ ഷുവൈക്കിലെ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും അനധികൃത കയ്യേറ്റങ്ങളും നിയമലംഘനങ്ങളും തടയുന്നതിനുമായി ശക്തമായ നീക്കമാണ് ആഭ്യന്തര മന്ത്രാലയം നടത്തുന്നത്. റെയ്ഡിൽ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 1253 പേരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. കുവൈറ്റ് മുനിസിപ്പാലിറ്റി 777 ലംഘന നോട്ടീസുകൾ നൽകുകയും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട 77 വാഹനങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. തെരുവുകൾ കേന്ദ്രീകരിച്ച് വൻ ശുചീകരണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. അനധികൃതമായി പ്രവർത്തിച്ച 1100 പാർപ്പിട കേന്ദ്രങ്ങളിലെ വൈദ്യുതി ബന്ധം ജലവൈദ്യുത മന്ത്രാലയം വിച്ഛേദിച്ചു. ഇതോടെ ഫർവാനിയ ഗവർണറേറ്റിലെ വൈദ്യുതി ലോഡിൽ 60% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തകർച്ചാ ഭീഷണിയുള്ള 1432 കെട്ടിടങ്ങൾ പബ്ലിക് വർക്ക്സ് മന്ത്രാലയം കണ്ടെത്തി. കൂടാതെ വാണിജ്യ മന്ത്രാലയം 256 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും 10 സ്ഥാപനങ്ങൾ അടപ്പിച്ചു. ആരോഗ്യ മന്ത്രാലയം ഷെൽട്ടറുകളിൽ 784 പേർക്ക് ചികിത്സ നൽകി. പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ 6500-ലധികം പരിശോധനകൾ നടത്തുകയും വിസ കച്ചവടവുമായി ബന്ധപ്പെട്ട 129 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിടിയിലായവരിൽ 110 പേരെ നാടുകടത്തൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. നിയമലംഘനങ്ങളുള്ള എല്ലാ മേഖലകളിലും വിട്ടുവീഴ്ചയില്ലാത്ത പരിശോധന തുടരുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നത്. പ്രവാസി മേഖലകളിൽ സുരക്ഷയും ശുചിത്വവും ഉറപ്പുവരുത്താൻ എല്ലാ സർക്കാർ ഏജൻസികളും സംയുക്തമായാണ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനം, കുവൈറ്റ്.